എന്റെ പ്രിയപ്പെട്ട സ്വഹാബ, നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ സ്വർഗ്ഗമുണ്ട്. ആ സ്വർഗത്തിൽ 3 പദവികളുണ്ട്. ആ സ്വർഗത്തിലൊരു പദവിയുണ്ട്. ആ പദവിയിലേക്ക് 3 ആളുകളല്ലാതെ 4ാമതൊരാള് കടന്നു പോവില്ല സ്വഹാബ. സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ സ്വർഗത്തിലൊരു പദവിയുണ്ട്. ആ പദവിയിലേക്ക് 3 പേര് മാത്രമേ കടക്കൂ. 4ാമതൊരാൾ കടന്നു പോവില്ല. എന്താണ് സ്നേഹമെന്ന് ചോദിച്ചാൽ, ആ സ്നേഹത്തിന് നന്മയുടെ അനുരണനങ്ങൾ ചേർത്ത് പിടിച്ച് ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വർഗത്തിൽ ഒരു പദവിയുണ്ട്. അതിലേക്ക് 3 വിഭാഗം ആളുകളല്ലാതെ മറ്റൊരാളവിടേക്ക് എത്തുകയില്ല. അല്ലാഹു നമ്മളെ അവിടെ എത്തിക്കുമാറാകട്ടെ. ആമീൻ പറയ്. പറമനുഷ്യന്മാരെ, നമുക്ക് അങ്ങോട്ട് എത്തണ്ടേ? അല്ലാഹു നമ്മളെ അവിടെ എത്തിക്കുമാറാകട്ടെ. അതിപ്പോ ആരായിരിക്കും? മിക്കവാറും ഒന്നുകിലും മുടങ്ങാതെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആള്, അല്ലെങ്കിൽ ഒരു ദിവസം 1,00,000 സ്വലാത്ത് ചൊല്ലിയ ആൾ, അല്ലേ? സ്നേഹത്തിന്റെ സ്പർശനമില്ലാതെ എന്ത് ആത്മീയത? ആത്മീയത എന്നത് സ്നേഹത്തിന്റെ തൂവൽ സ്പർശമാണ്. ആ സ്നേഹത്തിന്റെ തലോടലില്ലാത്ത ആത്മീയത എവിടെയാണ്? ഒന്നാമത്തെ ആളെ പറഞ്ഞപ്പോ നിശകളെ മുഴുവനും കണ്ണീരിന്റെ കരഞ്ഞു വീർന്ന കണ്ണീരുകൾ കൊണ്ട് നിസ്കാരപ്പായെ കണ്ണീരിൽ കുതിർത്തവനല്ല. ഒന്നാമത്തവന് തന്റെ കുടുംബ ബന്ധങ്ങളെ ചേർത്ത് പിടിച്ചവൻ. നമ്മള് പോകുക പദവിയിലേക്ക്. 1,00,000 സലാത്ത് ചൊല്ലണ ആളുകളാണ് നമ്മൾ ചിലപ്പോ എത്തിയാന്. ഇതെത്തുവോ? എന്താണ് ഉണ്ടായിരിക്കുക? നമുക്ക് സ്വലാത്തില്ല, നിസ്കരിക്കുക, ഓക്കെ, റെഡിയാണ് നമ്മൾ. സ്നേഹത്തിന്റെ തൂവൽ സ്പർശമില്ലാതെ ആത്മീയത പൂർത്തിയാവുകയില്ല. ഒന്നാമത്തത് തന്റെ കുടുംബത്തിലൂടെ വന്ന ബന്ധങ്ങളെ ചേർത്ത് പിടിച്ചവൻ. സഹോദരി തെറ്റിപ്പോകുന്നുണ്ട്, സഹോദരൻ തെറ്റിപ്പോകുന്നുണ്ട്. ഞാനൊന്ന് വിട്ടുവീഴ്ച ചെയ്താൽ എന്റെ ഈ കുടുംബ ബന്ധം നിലനിൽക്കുമെന്ന് ഉറപ്പുള്ളപ്പോ അതിനുവേണ്ടി വിട്ടുവീഴ്ച ചെയ്താലും കുടുംബ ബന്ധത്തെ നിലനിർത്തുന്നവന് ഞാനൊന്ന് തലകുനിച്ചാലും വേണ്ടില്ല, ഞാനൊരൽപ്പം ജനമധ്യത്തിൽ ചെറുതായാലും വേണ്ടില്ല, പടച്ച തമ്പുരാൻ എഴുതി ചേർത്ത കുടുംബ ബന്ധം നിലനിൽക്കുമല്ലോ എന്ന് കരുതിയിട്ട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നവന് ഞാനൊന്ന് ചെറുതായാലും കുഴപ്പമില്ല, എനിക്കൊരൽപ്പം തൽക്കാലത്തേക്ക് ഒരു പരാജയം വന്നാലും കുഴപ്പമില്ല, എന്നാലും എന്റെ റബ്ബ് എനിക്ക് നിശ്ചയിച്ചു തന്ന കുടുംബ ബന്ധം, ആ ബന്ധം നിലനിൽക്കുമല്ലോ എന്നോത്ത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നവൾ, അവൾക്ക് ചിലപ്പോ തൽക്കാലത്തേക്കൊരു പരാജയം ഉണ്ടാവാം. ചിലപ്പം ആ സമയത്തേക്ക് ചിലപ്പോൾ ഒരു പരാജയം ഉണ്ടാവാം. അല്ലെങ്കിൽ നമ്മുടെ ദേശം ആ സമയത്ത് നമ്മളെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല. കുടുംബത്തിലൊരു പ്രശ്നമുണ്ടായി, എല്ലാവരും വികാരത്തിനടിമയായി ദേശത്തിൽ തിളച്ചു നിൽക്കുമ്പോ ആ സമയത്ത് ദേശത്തെ കടിച്ചമർത്തിയിട്ട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി തന്റെ കുടുംബ ബന്ധത്തെ നിലനിർത്തുന്നവർ, ദേഷ്യം വിഴുങ്ങിക്കോ ഹബീബേ നല്ലതാ, നെല്ലിക്ക കൈക്കും പിന്നെ മധുരിക്കുന്നതാ എന്ന് പാടിയ മലയാളത്തിന്റെ മഹാകവി മഹാനായ തഴവ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ. അതാ മലയാളത്തിന്റെ മഹാകവി ആരാ? തുഞ്ചത്തെഴുത്ത് കുഞ്ചൻ നമ്പ്യാരും തുഞ്ചത്തെഴുത്തച്ഛനും ഒക്കെ ജി ശങ്കരപ്പിള്ളയൊക്കെ ആ ശ്രേണിയിൽ നിലനിൽക്കട്ടെ. അവിടെയും കടന്നു വരുന്നുണ്ട് മലയാളത്തിന്റെ ഒരു മഹാകവി. മലയാളത്തിന്റെ പദാനുപദങ്ങൾ കോർത്തുവെച്ച തന്റെ കാവ്യ പല്ലജങ്ങൾ കൊണ്ട് ആത്മീയതയുടെ അനുഗ്രഹീതമായ അനുഭൂതിയിലേക്കൊരു ആരവത്തിലൂടെ ഈ മനുഷ്യരെ നയിച്ചു കൊണ്ടുപോയ, കിടക്കുന്ന കിടക്കയിൽ കിടന്നുകൊണ്ട് മനസ്സിൽ നിന്ന് വന്ന ഈരടികളെ നിമിഷങ്ങളായി പറഞ്ഞുകൊടുത്ത മലയാള ഭാഷയുടെ വചനപ്രസാദനമായിരുന്ന മഹാനായ തഴവ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ മലയാളത്തിന്റെ മഹാസൗകുമാര്യമാണ്. തഴവ ഉസ്താദ് എഴുതി പാടുകയായിരുന്നില്ല, കിടക്കയിൽ ഇങ്ങനെ കിടക്കും. കരുനാഗപ്പള്ളി തടവയിൽ ഇപ്പോഴും അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് നവ്വറല്ലാഹു മർഖദ. കട്ടിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കും.
യാതൊരുവിധ തെറ്റുകളുമില്ലാതെ മനസ്സിൽ നിന്ന് പദങ്ങൾ കോർത്തിണക്കി പാടും. ശിഷ്യന്മാര് താഴെ ഇരുന്ന് എഴുതിയെടുക്കും. അതായിരുന്നു ശൈലി. നിമിഷ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. നിമിഷ കവിയാണ് കുഞ്ചൻ നമ്പ്യാരുടെ നിമിഷ കവിയുടെ പ്രാവീണ്യത്തെ കുറിച്ച് പറയണത്, വരമ്പിലൂടെ നടന്നു പോകുമ്പോൾ നാട്ടുപ്രമാണിയുടെ മോളും കുഞ്ചൻ നമ്പ്യാർ ഒരേ വരമ്പിൽ വന്നു. ഈ പാടവരമ്പ് നമുക്കറിയാലോ, ഒരാൾക്ക് നടന്നു പോകാനുള്ള സ്ഥലം ഉണ്ടാവും. അപ്പോ നമ്പ്യാരോട് നാട്ടുപ്രമാണിയുടെ മോൾ ആ പ്രമാണിത്വത്തിന്റെ ഗർവിൽ പറഞ്ഞു, മാറി നിക്കടാന്ന്. കുഞ്ചൻ നമ്പ്യാരെ എടാന്ന് വിളിച്ചു. അദ്ദേഹത്തിന് വലിയ അഭിമാനത്തിന് വിടണം വെച്ചു. കുറെ കാലം കഴിഞ്ഞപ്പോ നാട്ടുപ്രമാണിയുടെ മോൾക്ക് വയറുവേദന വന്നു. ചികിത്സക്ക് മരുന്ന് നേടി ഈ പെണ്ണ് കുഞ്ചൻ നമ്പ്യാരുടെ മുമ്പിലെത്തി. കുഞ്ചൻ നമ്പ്യാരോട് ചോദിച്ചു, വയറുവേദനയാണ്, മരുന്ന് വേണം. നേരത്തെ എടാ എന്ന് വിളിച്ചു, ഒരു പ്രാവശ്യം എടാ എന്ന് വിളിച്ചതിന് 8 പ്രാവശ്യം എടിന്ന് തിരിച്ചു വിളിച്ച് കുഞ്ചൻ നമ്പ്യാര് പകരം വീട്ടിന്നാണ്. അപ്പൊ തന്നെ നിമിഷ കവി പറഞ്ഞു, അമ്മിക്കുരുന്നടി അലകിൻ പിടിയടി എന്ന് പറഞ്ഞ് കുഞ്ചൻ നമ്പ്യാർ ഒരു മരുന്ന് പറഞ്ഞു എന്നാണ്. അമ്മിക്കുരുന്നടി അലകിൻ പിടിയടി. അമ്മിക്കുരുന്ന്, അമ്മി അറിഞ്ഞൂടെ? അമ്മി വളരെക്കണ അമ്മി. ആ അമ്മിയുടെ കുരുന്നെടുക്കാം, മരുന്ന് പറഞ്ഞു കൊടുക്കണം. അമ്മിക്കുരുന്ന്, അമ്മിയുടെ കുരുന്നെടുക്കാം. അലകിൻ പിടി, അലകിന്റെ പിടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മമ്പട്ടിക്കിടുന്ന കമു, ഇവിടെ എന്താ പറയാ, കവുങ്ങ്. ആ കവുങ്ങിന്റെ പിടിക്കാണ് അലകിൻ പിടി എന്ന് പറയാ. ആ അലകിന്റെ പിടി. അങ്ങനെ ഒരു പ്രാവശ്യം എടാ എന്ന് വിളിച്ചതിന് അവസരം കിട്ടിയപ്പോ കുഞ്ചൻ നമ്പ്യാർ 8 പ്രാവശ്യം എടീന്ന് തിരിച്ചു വിളിച്ചു. അതാണ് അദ്ദേഹത്തിന്റെ പ്രാവീണ്യത്തിൽ. അത്രയ്ക്ക് വലിയ നിമിഷ കവിയായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. അതേ ശ്രേണിയിലൂടെ മലയാള കാവ്യത്തിന്റെ വടിയിലൂടെ നടന്നു. ആരും തിരിച്ചറിഞ്ഞെങ്കിലെങ്കിലും അംഗീകരിക്കാതെ പോയ തഴവ ഉസ്താദിന് അല്ലാഹു മർക്കദ. രോഗക്കിടക്കയിൽ കിടക്കുമ്പോഴാണ് ഒരാൾ വന്നത് തഴവ ഉസ്താദിനോട്, ഉസ്താദേ രോഗമാണ്, ദുആ ചെയ്യണം. പറഞ്ഞു തീർന്നില്ല. മലയാളത്തിന്റെ കാവ്യ സൗകുമാര്യം ഇതൾ വിടത്തി. അസുഖങ്ങളൊക്കെയും മാറ്റണേ നീ മന്നവാ, പറയല്ലേ നീ എന്നോട് പോടോ പിന്നവാ. ഇത്ര സുന്ദരമായിട്ട് ആര് പറയും? ഇത്ര രജിസണ്ടല്ലേ ഇതിന്റെ ഒരു ഈ മലയാള കവിതക്കൊക്കെ ഒരു കവിതക്കൊരു പ്രത്യേക നിയമമുണ്ട്. ആ നിയമങ്ങളൊക്കെ പാലിച്ചു വേണം. അല്ല തോന്നിയത് പാടിയ കവിതയാവൂല. കവിത എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനൊരു നിയമമുണ്ട്. കാവ്യത്തിന് നിയമമുണ്ട്, ഗദ്യത്തിന് നിയമമുണ്ട്, പദ്യത്തിന് നിയമമുണ്ട്. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? ഉപമ, ഉൾപ്രേക്ഷ, മറ്റൊന്നിന് എന്തെന്നാ പഠിക്കണവരല്ലേ? മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അത് താനല്ലയോ ഇത് എന്ന് വർണ്ണ്യത്തിൽ ആശങ്ക, ഉൾപ്രേക്ഷാഖ്യാലംകൃതി. 7ാം ക്ലാസ് ഞാൻ പഠിച്ച, പിന്നെ തുറന്നു നോക്കിയിട്ടില്ല. ഇപ്പൊ ഓർമ്മ ഒന്ന് പാടിയ, മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അത് താനല്ലയോ ഇത് എന്ന് വർണ്ണ്യത്തിൽ ആശങ്ക, ഉൾപ്രേക്ഷാഖ്യാലംകൃതി. ഇതാണ് ഉൾപ്രേക്ഷ. ഇതൊക്കെ പാട്ടുകളുടെ, ഗദ്യത്തിന്റെ, കവിതകളുടെ നിയമമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരേപോലെ അവസാനിക്കുന്നു. അസുഖങ്ങളൊക്കെയും മാറ്റണേ നീ മന്നവാ, പറയല്ലേ നീ എന്നോട് പോടോ പിന്നവാ. ഇങ്ങനെ മലയാള കവിതയുടെ സൗകുമാര്യത്തെ തിരിച്ചറിഞ്ഞ് ലോകത്തോട് പറഞ്ഞ മഹാനായ തഴവ ഉസ്താദാണ് നമ്മോട് പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ഈ മജ്‌ലിസുൻ നൂറിന്റെ വാർഷിക സമ്മേളനത്തിൽ നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്, നാം മനുഷ്യരാവുക, നമ്മുടെ ഗൃഹാന്തരീക്ഷങ്ങളെ നന്മയുടെ വെളിച്ചത്തിലൂടെ നടത്തിക്കൊണ്ടുപോവുക. സഹോദര, ഈ വൈരാഗ്യങ്ങളും പിടിവാശികളും മത്സരങ്ങളും വളർന്ന് അവസാന കൂടെ കിടക്കുന്നവനെ അവസാനിപ്പിക്കുന്നതിലേക്ക് എത്തി നിൽക്കുന്ന ഗാർഹികമായ കാലുഷ്യങ്ങളുടെ കാലങ്ങളിലൂടെ നടന്നു പോകുമ്പോ നാം ഓർക്കേണ്ടതൊന്നു മാത്രമാണ്, നമ്മുടെ ഗാർഹിക ജീവിതങ്ങൾ എവിടെയാണ് വെളിച്ചമുണ്ടാകേണ്ടത്? സൂര്യന്റെ വെളിച്ചം കുറഞ്ഞു പോകുന്നെന്ന് നാം പരിതപിക്കുന്നതെന്തിന്? ഓസോൺ പാളികളിൽ സുഷിരം വീണപ്പോ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിച്ചപ്പോ അതിനെക്കുറിച്ച് നാം ആകുലപ്പെടുന്നതിനപ്പുറം നമ്മുടെ ഹൃദയത്തിന്റെ വെളിച്ചം നഷ്ടപ്പെടുന്നില്ലയോ? നമ്മുടെ വീട്ടിന്റെ ഉള്ളിലെ വെളിച്ചവും തെളിച്ചവും നഷ്ടപ്പെടുന്നില്ലയോ? എല്ലാവരും ഒന്നിച്ചിരുന്ന് കഥകൾ പറഞ്ഞു ഉള്ളത് കൊണ്ട് പങ്കുവെച്ച് ഒരു നേരത്തെ അരക്കഞ്ഞിയും കുടിച്ചിട്ട് വയറ് നിറച്ചിട്ട് സന്തോഷത്തോടെ കടന്നുപോയി. കീറിപ്പറഞ്ഞു കിടന്ന തഴപ്പായിൽ അച്ഛനും അമ്മയും മക്കളും ഉമ്മയും വാപ്പയും പൊന്നുമോനും കിടന്നുറങ്ങി സന്തോഷത്തോടെ എഴുന്നേക്കും. അൽഹംദുലില്ലാഹ്,
الذي أحيانا بعدما أماتنا وإليه النشور. അന്നം നന്ന ആഹാരം നന്ന സ്വച്ഛന്തമായ വിശ്രമത്തിന് അവസരം തന്ന അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് പോയ നമ്മുടെ പ്രഭാതങ്ങൾ എവിടെ? നമ്മുടെ വീടുകളിലേക്ക് ഇരുട്ട് തുളച്ചു കയറുകയാണ്. അതുകൊണ്ട് സഹോദര സഹോദരി, ആദ്യം വെളിച്ചമുണ്ടാകേണ്ടത് നമുക്കാണ്. ആ സ്വർഗത്തിലെ പദവിയിലേക്ക് ആദ്യം എത്തുന്ന ആൾ റഹമിന് വസൂൽ, കുടുംബ ബന്ധങ്ങളെ ചേർത്ത് നിർത്തുന്നവർ, ഈ കണ്ണിയറ്റാതെ അവനവന്റെ കുടുംബ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുന്നവർ, മത്സരിക്കാനല്ല, ചെറിയ ചെറിയ വാഗ്വാദങ്ങളിൽ അവസാനിക്കാനുള്ളതല്ല കുടുംബ ബന്ധമെന്ന് തിരിച്ചറിയുക. രണ്ടാമത്തതാരെന്നറിയോ? അല്പനേരമാണ് കേട്ടതെങ്കിലും ഈ വാക്കുകൾ ഹൃദയത്തിൽ കുതിച്ചിടണേ. ഓരോ രക്ഷകർത്താക്കളോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമനാരെന്നറിയുമോ? കടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. കടങ്ങൾ മുഴുവനും ഉറക്കം കെടുത്തുന്നുണ്ട്. എങ്ങനെയെങ്കിലും ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പെടാപ്പാടുപെടുമ്പോഴും തന്റെ ഭാര്യക്കും മക്കൾക്കും തന്റെ ചെലവിൽ കഴിയുന്ന മാതാപിതാക്കൾക്കും ഒരൽപ്പം പോലും ഹറാമിന്റെ ഭക്ഷണം കൊടുക്കാത്ത കുടുംബനാഥൻ. അല്ലാഹു നമ്മളെ അതിൽ പെടുത്തുമാറാകട്ടെ. ഇത് ചുമ്മാ ആസ്വദിക്കാനല്ല, ഇത് ചില മൂല്യങ്ങളാണ്. മനുഷ്യന്റെ മനസ്സിലേക്ക് ചേർത്ത് വെക്കുന്ന മൂല്യങ്ങളാണ്. കടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു വിധത്തിലും മുമ്പോട്ട് പോകാൻ പറ്റില്ല, ആത്മഹത്യയുടെ വക്കിലാണ്. എന്നാലും തന്റെ ഭാര്യക്കും മക്കൾക്കും തന്റെ ചെലവിൽ കഴിയുന്നവർക്കും ഒരൽപ്പം ഹറാമ് പോലും കൊടുത്ത് ആഹാരം കൊടുക്കാത്ത രക്ഷകർത്താവ്, കുടുംബനാഥൻ ആവാൻ പറ്റൂ? 5 നേരം നിസ്കരിക്കാൻ അത്ര പ്രയാസകരമാവില്ല. ഇനി ഒന്ന് തഹജ്ജുദ് എഴുന്നേറ്റിട്ട് നിസ്കരിക്കുന്ന പറഞ്ഞാലും അതും ഒരു പ്രശ്നമാവില്ല. പക്ഷെ ഇതൊരു ജീവിതത്തിന്റെ മൂല്യമാണ്. ഈ മൂല്യം എന്നത് തിരിച്ചറിയേണ്ടതാണ്. അള്ളാഹു നമ്മളെ അവിടെ എത്തിക്കുമാറാവട്ടെ. എന്താ ആമീൻ പറയാത്ത? ഇപ്പൊ സ്വർഗത്തിൽ എത്തിക്കട്ടെ എന്ന് പറഞ്ഞാൽ എത്ര ആമീൻ ഉണ്ടായേനെ? നമ്മളിങ്ങനെ ഉടലോടെ സ്വർഗത്തിൽ പോകാൻ പറ്റിയ വഴി അന്വേഷിച്ചെടുക്കാൻ. ആ വഴികളാണിത്. ആ വഴികൾ ചില മൂല്യങ്ങളാണ്. ജീവിതത്തിൽ നാം പുലർത്തുന്ന നിഷ്കർഷകളാണ്. അങ്ങനെ ആവാൻ പറ്റുമോ? എന്നാൽ ഈ ഭൂമിയിലെ കുഴപ്പങ്ങൾ അവസാനിച്ചല്ലോ. ഇന്നത്തെ കൂടത്തായി കൊലപാതക പരമ്പരയിൽ ആ പെണ്ണിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാ പറയാ. അത് തീർക്കാനാണ് 6 ജന്മങ്ങളെ. അതിലൊരു ജന്മമാരെന്നറിയുമോ? 2 വയസ്സ് പോലും തികയാത്ത വളപ്പൊട്ടുകളുടെ കിലുക്കം കേട്ട് കുതിതീരാത്ത ജാലകവിരിയിലൂടെ ചിത്രശലഭങ്ങളോട് കഥ പറഞ്ഞ് കാത്തിരുന്ന ഒരു കുരുന്നു മോളുമുണ്ടായിരുന്നത്രേ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമേൻ പറയാതെ പറ്റൂല. ആ വെളിയിൽ നിൽക്കണവരൊക്കെ അകത്തോട്ടിരിക്കും. അല്ലാഹു നമുക്ക് ആ മഹാപദവി നൽകട്ടെ. എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും തന്നെ ആശ്രിതർക്ക് നിഷിദ്ധമായ ഒരു തുള്ളി ഭക്ഷണം കൊടുക്കാത്ത കുടുംബനാഥന് അല്ലാഹുവേ നീ ഞങ്ങളെ അതിൽ എത്തിക്കണേ തമ്പുരാനെ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ്. അവർക്ക് പോകാനൊരവസരം ഞാൻ ഇരുത്തിയുണ്ട്. ഇത് ബുദ്ധിമുട്ടണ്ട. ഈ മനുഷ്യ നന്മകളുടെ മുഖങ്ങളെ അള്ളാഹു നരകത്ത് തരട്ടെ. ഈ മൂല്യങ്ങളാണ് ഇവരെയൊക്കെ നമ്മുടെ മുമ്പിൽ എത്തിച്ചത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം മൂല്യാധിഷ്ഠിതമാവണം, ആദർശാധിഷ്ഠിതമാവണം. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. 3-ാമത്തെ
ഇനി ആ വെളിയിരിക്കുന്ന ആളുകളൊക്കെ അകത്തോട്ട് കയറിയിരുന്നാല് നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞത്, അല്ല വേറൊന്നുമില്ല. എല്ലാരും ഒന്ന് അകത്തോട്ട് കയറിക്കോളി. ഇരിക്കണ കസേരകളൊക്കെ മുമ്പിൽ ഇരിക്കണവരൊന്ന് ഒന്ന് പൂർണ്ണമാക്കിയിരിക്കും. ഇതാ മുമ്പിൽ കുറെ കസേരകള്, അപ്പൊ ബാക്കിൽ ആളിരുന്നോളൂ. ഇപ്പൊ നമുക്കിപ്പോ 1000 കൂടി നിന്നിപ്പോ നാളെ മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ ഫോട്ടോ ഒന്നും പറയണ്ട, ഉള്ള ആളുകൾ അടുത്തടുത്തിരിക്കും. അത്ര വലുതായിട്ട് നീണ്ടുപോലെ ഇടിയൊക്കെ വെട്ടണുണ്ട്. ആ വഴി ഒഴിവാക്കി ഇടണമെന്നാണ്, കാരണം അവർക്ക് ബക്കറ്റൂരിന് പോകാനുള്ളതാണ്. അല്ല വേറെ വിഷമമുണ്ടായിട്ടൊന്നുമല്ല, ബക്കറ്റൂര് മുടങ്ങും എന്നുള്ളൊരു ഭീതിയിലാണ് വഴി ഒഴിവാക്കിയിടുന്നത്. ആ ബാക്കിയിരിക്കുന്ന സഹോദരങ്ങൾ ഒന്നും മുമ്പോട്ട് കയറിയിരിക്കും. എല്ലാവരും ഒരു ചുവട് മുമ്പോട്ട് കയറി. മുമ്പിലൊരു കസേര പോലും കാലിയാവരുത്. എന്നാൽ വെളിയിൽ നിൽക്കുന്നവർക്ക് അകത്തോട്ടിരിക്കാൻ സൗകര്യം ഉണ്ടാവും. ആ മുസ്ലിം എന്ന് പറഞ്ഞാൽ അനുസരണയുള്ളവൻ എന്നാണ് അർത്ഥം. അനുസരണയുള്ള ആളുകളൊക്കെ ഒന്ന് മുമ്പോട്ടിരിക്കും. മുമ്പോട്ട് അൽഹംദുലില്ലാഹ്. അല്ലാഹു മഴ പെയ്യുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട്. പെട്ടെന്ന് നിർത്താൻ കുഴപ്പമില്ല. 12 മണിയാ. ഒന്നും മുമ്പോട്ട് കയറിയ സഹോദരൻ, പെട്ടെന്നല്ലേ. നമുക്കൊരു ഇതിന് മജ്‌ലിസ് നൂറിന്റെ വാർഷികമാണ്. 100 സ്വലാത്ത് നമുക്ക് ഈ വാളിന്റെ ഇടയിൽ ചൊല്ലണം. അവസാനം നമുക്ക് കാര്യമായിട്ട് ദുആ ചെയ്യണം. ആ സമയത്ത് കുറെ കാര്യങ്ങൾ പറയാം. നമുക്ക് വലിയൊരു വിഷയമൊന്നും പറയാനുള്ള സമയമല്ല. പക്ഷേ പുതിയ സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ നാം അറിയേണ്ട ചില ബോധ്യങ്ങളുണ്ട് നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട്. സഹോദരിമാരെ അകത്തോട്ട് കയറിക്കോളും, മഴ വരുന്നുണ്ട്. എല്ലാവരും ഒരു മുൻസലാത്ത് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് ഉറക്കെ. എല്ലാവരും അകത്തോട്ട് വരും. തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് ബിഅഹ്ലിൽ ബദീരി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ്. അല്ലാഹു നമ്മുടെ സ്വലാത്തുകളെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ മജ്‌ലിസുൻ നൂർ എന്ന മഹിതമായ പ്രകാശമേതു യിൽ നിന്ന് നമുക്ക് വന്നതാണോ? അസ്ഹാബുൽ ബദർ എന്ന ഈ ലോകത്തിന്റെ കാര്യദർശികള് ഏത് സവിധത്തിൽ നിന്നാണോ ഭൂലോകത്തിന് സമ്മാനിക്കപ്പെട്ടത്, ഈ ലോകം കണ്ടിട്ടില്ലാത്ത പാരിഷ്യത്തിന്റെ ഉടമകളായ ബദരീങ്ങൾ, ഹുമുർ റിജാലു ബലാ ഹുമുൽ ജിബാലു ബലാ കദ്ഹിരി ഫീ ഹിമ്മത്തിൻ ബൽ സാദതൻ കുബ്റാ. ഈ നന്മയുടെ പതാകവാഹകരുടെ വാക്കുകൾ പറഞ്ഞ്, നാമങ്ങൾ പറഞ്ഞ് അവിടുത്തെ സന്നിധാനത്തിലേക്ക് ഞങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നു. തിരു ഹബീബേ, ഞങ്ങളുടെ സ്വലാത്തുകളെ സ്വീകരിക്കണേ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൂന്നാമത് പറയുകയാണ്, ആ സ്വർഗീയ പദവിയിലേക്ക് ആനയിക്കപ്പെടുന്ന മൂന്നാമത്തെ സൗഭാഗ്യശാലി ആരെന്നറിയുമോ? നന്മയുള്ള കാലത്ത്, തനിക്ക് ബുദ്ധിമുട്ടുള്ള കാലത്ത് തന്റെ സുഹൃത്തിന് അടുക്കൽ ചൊല്ലുമ്പോ അവനന്ന് വലിയ അനുഗ്രഹത്തിലാണ്. പക്ഷെ അവൻ നിന്നെ ആട്ടിയോടിച്ചു. പിന്നീട് കാലം മാറിയപ്പോ അവന്റെ എല്ലാ അനുഗ്രഹങ്ങളും നീങ്ങിപ്പോയി. അനുഗ്രഹങ്ങളെല്ലാം നിന്റെ കയ്യിൽ വന്നപ്പോ അന്ന് നിന്നെ ആട്ടിയോടിച്ചവൻ നിന്നെ കൺമുമ്പിൽ വന്ന് യാചിക്കുമ്പോ പഴയകാലത്തെ പ്രതികാരത്തിന്റെ കണക്ക് പറയാതെ ആട്ടിയോടിച്ചവന് നന്മയുടെ കൈകൾ നീട്ടിക്കൊടുക്കുന്ന ഹൃദയവിശാലതയുള്ളവനാരോ അവനാണ് സ്വർഗീയ പദവിയിലേക്ക് എത്തുന്നതെന്ന് ലോകൈക ഗുരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ
അതുകൊണ്ട് സഹോദരങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നത് സ്വർഗ്ഗമെന്ന് പറയുന്നത് മൂല്യങ്ങളുടെ അധിഷ്ഠിതമായ ഒരു സ്വർഗ്ഗസ്ഥാനമാണ്. അതിലേക്ക് കടന്നു ചെല്ലണോ, ഈ നന്മകളുടെ വശങ്ങളിലൂടെ നാം കടന്നു ചെല്ലണം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലും അവിടുത്തെ കുടുംബവും നമുക്ക് പഠിപ്പിച്ചു തന്നത് നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മര്യാദകളെ കുറിച്ചാണ്. ഇന്നത്തെ ഈ പത്രവാർത്ത കേട്ട് നടുങ്ങി തറച്ചു നിൽക്കുമ്പോ അരുങ്കൊല ചെയ്യുന്ന മനുഷ്യരുടെ മുമ്പിൽ ഈ അസുരന്മാര് പാർക്കുന്ന വേതാള നഗരം പോലെ നമ്മുടെ ഭൂമി അതപ്പതിച്ചു പോകുമ്പോ സഹോദര, ഒരൽപ്പം മണ്ണിന് വേണ്ടി, ഒരൽപ്പം സ്വത്തിനു വേണ്ടി എന്തിനാണ് ഈ അത്യാഗ്രഹം? എന്തിനാണ് ഈ ജീവിതത്തെ നാം ഈ ഒരു തുണ്ടും മണ്ണിൽ കൊണ്ടുപോയി പിടിച്ചു കെട്ടിയത്? കുറെ സ്വർണം കിട്ടിയിട്ടെന്ത് കാര്യ സഹോദരി? കുറെ പറമ്പും മാളികയും കിട്ടിയിട്ടെന്ത് കാര്യ സഹോദര? അതിനെല്ലാം അപ്പുറം ഈ ഭൂമിയിലെ ജീവിതത്തിനൊരു സുഖം വേണ്ടേ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, ഇന്ന് ഈ ആലപ്പുഴയുടെ ഈ ചുറ്റുവട്ടത്തിൽ എത്രയെത്ര വീടുകൾ, ആ വീടുകൾക്കൊക്കെ നല്ല താടിക കുടങ്ങളുണ്ട്, ഭീമാകാരമായ വാതായനങ്ങളുണ്ട്, ശില്പചാതുരിയ മുഗൾ രാജവംശത്തിന്റെ ശില്പചാതുരിയെ തോൽപ്പിക്കുന്ന ബെഡ്റൂമുകളുണ്ട്. പക്ഷേ അതിന്റെ ഉള്ളിൽ സ്നേഹം എത്രയുണ്ടെന്ന് ചോദിച്ചാൽ എന്താണ് മറുപടി? നിങ്ങളൊന്ന് മറുപടി പറ. ആ വീടുകളുടെ ഉള്ളിൽ എത്രത്തോളം സ്നേഹമുണ്ടെന്ന് ചോദിച്ചാൽ എന്ത് സ്നേഹത്തിന്റെ കഥയാണ് പറയാൻ കഴിയുക? മണിമാളികയുണ്ടെങ്കിലും ആ മണിമാളികയ്ക്കുള്ളിൽ താമസിക്കുന്നവരുടെ ഇടയിൽ സ്നേഹമില്ലെങ്കിൽ എന്തു മന്ദിരം? എത്ര വലിയ വീടാണെങ്കിലും ആ വീട്ടിലോട്ട് വരുന്ന ബന്ധുവിനെ പുഞ്ചിരിയോടെ സ്വീകരിക്കാൻ കഴിയുന്ന ഹൃദയം നമുക്കില്ലെങ്കിൽ ആ വീട്ടിലെ പാപ്പിനെന്ത് സുഖമാണുള്ളത്? എല്ലാം പണത്തിനു വേണ്ടി, എല്ലാ സ്വർണത്തിന്റെ കണക്ക് പറയാൻ നമ്മുടെ കുടുംബ ജീവിതങ്ങൾ മുഴുവനും അവകാശ തർക്കങ്ങളുടെ ഇടയിൽ ബന്ധിക്കപ്പെടുമ്പോ നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അവിടുത്തെ പ്രിയ പത്നിമാർ ഒരു ആവലാതിയുമായി വന്ന കഥ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ആയിഷ റളിയല്ലാഹു തആല അൻഹ അടക്കമുള്ള പത്നിമാര് വന്നിട്ട് പറഞ്ഞു അത്രേ, യാ റസൂലല്ലാഹ് വയാ ഹബീബല്ലാഹ്, നബിയെ ഞങ്ങൾക്ക് ജീവിതത്തിൽ പട്ടിണി സഹിക്കാൻ കഴിയുന്നില്ല. ഒരു നേരമല്ല, രണ്ടു നേരമെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവസ്ഥ ഞങ്ങൾക്ക് തരണം നബിയെ. ഞങ്ങൾ ദിവസങ്ങളായി പട്ടിണിയിലാണ്, രണ്ടു നേരം ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണമെന്ന് പട്ടിണി കിടന്ന് വിശപ്പിന് ആവലാടി സഹിക്കാൻ കഴിയാറ് അവിടുത്തെ പത്നിമാര് ഹബീബായ നബി തങ്ങളെന്ന ഭർത്താവിനോട് ആവലാടി പറഞ്ഞു അത്രേ. ചരിത്രം പറയാൻ സമയമില്ല. ആ ഒരൊറ്റ കാരണത്താൽ പട്ടുസാരി വേണമെന്നല്ല, വലിയ ഭക്ഷണം വേണമെന്നല്ല, നല്ല വിശാലമായ മൊബൈൽ ഫോൺ വേണമെന്നല്ല, ഒരു ദിവസം ഒരു നേരം ഭക്ഷണം കഴിച്ചു കുഴഞ്ഞു. യാ റസൂലല്ലാഹ്, നബിയെ രണ്ടു നേരം ഭക്ഷണം കഴിക്കാനുള്ള സാമഗ്രികൾ ഞങ്ങളുടെ വീട്ടിൽ വേണമെന്ന് ഭാര്യമാർ ഒന്നടങ്ങുമെന്ന് ആവശ്യം പറഞ്ഞപ്പോ അവരോട് പിണങ്ങിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഒരു മാസം പള്ളിയിൽ പോയി താമസിച്ചത്രേ. രണ്ടു നേരം ഭക്ഷണം കഴിക്കണമെന്ന ന്യായമായ അവകാശവുമായി തന്നെ മുമ്പിലേക്ക് വന്ന പ്രിയ പത്നിമാരോട് അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവ് പിണങ്ങിയത്രേ. നമ്മുടെയൊക്കെ മാനദണ്ഡം അനുസരിച്ചിട്ട് പിണങ്ങാനുള്ള ചോയ്സ് എവിടെയില്ല. ഭാര്യമാര് ചോദിച്ചത് ന്യായമായ അവകാശമാണ്. ഒരു ദിവസം 3 നേരം വേണമെന്നല്ല, 2 നേരമെങ്കിലും കഴിക്കാനുള്ള ഭക്ഷണം വേണമെന്ന് ചോദിക്കവേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഭർത്താവ് പിണങ്ങി പള്ളിയിൽ പോയി താമസിച്ചു അത്രേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജീവിതത്തിന്റെ സൗകര്യങ്ങൾ വേണമെന്ന് അവരാട് പറഞ്ഞ ഭാര്യമാരുടെ കാര്യത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആന്റെ ആയത്തിറങ്ങുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കേൾക്കുന്നില്ലേ? നാട്ടുവർത്താനം പറയാനുള്ള സമയമില്ല. കുറെ നാളായി ആലപ്പുഴ വാതു പറഞ്ഞിട്ട്.
ഇപ്പൊ പറയണത് കുറച്ചാണെങ്കിലും ഖൈറുൽ കലാമി മാ കല്ലാവതല്ല, അരോചകമാകും വിധം സുദീർഘമാവാത്ത അർത്ഥദ്യോതകവും ആശയ സമ്പുഷ്ടവും അർത്ഥവൈപുല്യവുമുള്ള പ്രഭാഷണമാണ് അത്യുത്തമം എന്നാണ് അർത്ഥവാക്യം. അതുകൊണ്ട് കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും പറയണ കാര്യങ്ങൾ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ പകർത്തപ്പെടണം. പെണ്ണുങ്ങൾ കേൾക്കണണ്ട ന്യായമായ അവകാശം. പെണ്ണിന്റെ ചോദ്യം എന്താ? ഞാൻ പറയണ ന്യായമല്ലേ? ന്യായവും അന്യായവും വേർതിരിച്ചാൽ ഈ ഭൂമിയിൽ ചിലപ്പോ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയണമെന്നില്ല. ഓരോരുത്തർ ഭാര്യയുടെ ഭാഷയിൽ ചോദിച്ചാലും ഭർത്താവിന്റെ ഭാഷയിൽ ചോദിച്ചാലും ഞാൻ പറയുന്നത് ന്യായമല്ലേ? ന്യായാന്യായങ്ങളുടെ ഇടയിൽ സന്തോഷം കടന്നു വരണമെന്നില്ല. വിട്ടുവീഴ്ചയുടെയും പങ്കുവെക്കലിന്റെയും ഇടയിലാണ് സന്തോഷമെന്ന കളിച്ചപ്പിന്റെ മൂട് തുറക്കുക. ചോദ്യം ന്യായമാണ് നബിയെ. ഒരു ദിവസം ഒരു നേരം കഴിച്ച് പറ്റൂല യാ റസൂലല്ലാ. 2 നേരം 3 നേരം വേണ്ട, 2 നേരം കഴിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. ബാക്കിലിരിക്കുന്നവർക്ക് കേട്ടൂടെ? കേൾക്കാമോ? ബൈക്കിരിക്കുന്നവർ കേൾക്കാവോ? കേൾക്കാമെന്ന് കൈവക്കി. ഏറ്റവും ബൈക്കിൽ നിൽക്കണവര്, ഈ കൈവക്കാത്തവരൊക്കെ കേൾക്കാൻ പറ്റാത്തവരാണ്. നന്നായിട്ട് ഇത് കേട്ട് ഈ മഴയുടെ ശബ്ദം ഇല്ലാതെ നന്നായിട്ട് തിരിഞ്ഞ് കേൾക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ഒന്ന് കൈവക്കി. നിനക്ക് ഫ്രണ്ട് ഇരുന്നിട്ട് കേൾക്കാൻ പറ്റണില്ലേ? അത് ഊരി താഴെ വെക്ക. അതാദ്യം അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. പരമനുഷ്യന്മാരെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ന്യായമാണ് ചോദ്യം, പക്ഷേ ഭർത്താവ് അംഗീകരിച്ചില്ല. ഭർത്താവ് അംഗീകരിച്ചില്ല. ആരാ ഭർത്താവ്? ഭർത്താവ് 5 സ്റ്റാർ ഹോട്ടലിൽ കിടപ്പും ഭാര്യ വന്നിട്ട് 2 നേരം ഭക്ഷണം ചോദിക്കുമ്പോ ഭർത്താവ് അംഗീകരിച്ചില്ലെങ്കിൽ അത് മാന്യത എന്ന് പറയാൻ കഴിയില്ല. ഭർത്താവ് ആരാ? ഇന്നലെ രാത്രി വന്നിട്ട് ജിബ്രീൽ എന്നോട് ഉഹദ് പർവ്വതം സ്വർണമാക്കി തരാമെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട, എനിക്ക് ദാരിദ്ര്യമാണ് ഇഷ്ടമെന്ന് പറഞ്ഞു ജിബ്രീലിനെ ഞാൻ മടക്കി അയച്ചു. സൈനബേ എന്ന് തന്റെ മകളോട് വർത്തമാനം പറഞ്ഞ ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ നഫസിലെ ഹേ നമഹൽ സറാ तेरी फर्श है वही बुरिया तेरी जिस्म पाक पीक कुबा. ഈ തപ്പനമരത്തിന്റെ ഓല വിരിച്ചിട്ടതിന്റെ മുകളിൽ കിടന്നുറങ്ങിയ ഭർത്താവ്, ആ ഭർത്താവ് അങ്ങനെ കിടക്കേണ്ട ആളല്ല. കാരണം ആ മനുഷ്യന് കോടീശ്വരനാവാൻ കഴിയാത്തത് കൊണ്ടല്ല. കാരണം ആരാണ് സംരക്ഷകൻ എന്നറിയുമോ? വല്ലാഹു ആസിമു വജിബ്രീലു ഖാദിമു വസിദ്റത്തുൽ മുൻതഹാ മഖാമു വൽ മഖാമു മഹ്മൂദു. അല്ലാഹുവാണ് യജമാനൻ, ജിബ്രീലാണ് സേവകൻ, സിദ്റത്തുൽ മുൻതഹയാണ് ലക്ഷ്യസ്ഥാനം. ആകാശലോകത്തിന്റെ അനുഗ്രഹങ്ങൾ നിറക്കപ്പെട്ട നായകനാണ്. പക്ഷേ വേണ്ട വേണ്ട, എനിക്ക് ഈ പരുപരുത്ത ഈ തപ്പനമരത്തിന്റെ ഓലയാണ് ഇഷ്ടമെന്ന് പറഞ്ഞു കിടന്ന ആ ഭർത്താവിന് സഹിക്കാൻ കഴിഞ്ഞില്ല. പള്ളിയിൽ പോയി അന്തി ഉറങ്ങി ഭാര്യമാരോട് പിണങ്ങി. അപ്പോഴാണ് ഖുർആന്റെ ആയത്തിറങ്ങുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബിയ്യു കുല്ലി അസ്വാജിക വബനാതിക. ഓ നബിയേ, അങ്ങയുടെ ഭാര്യമാരോടും പെൺമക്കളോടും പറഞ്ഞു കൊടുക്കുക, ഇൻ കുന്തുന്ന തുരിദിനല്ലാഹ വറസൂലഹു വദ്ദാറൽ ആഖിറ ഫഇന്നല്ലാഹ അഅദ്ദ ലിൽ മുഹ്സിനാതി മിൻകുന്ന അജ്റൻ അലീമാ. ആ ഭാര്യമാരോട് പറയുക, അവർക്ക് ഏറ്റവും വലുത് അല്ലാഹുവും അവന്റെ തിരുദൂതരും അല്ലാഹുവിന്റെ സ്വർഗവുമാണെങ്കിൽ ആ സ്വർഗവും അല്ലാഹുവിന്റെ തൃപ്തിയും തിരുദൂതരുടെ സാമീപ്യവും അല്ലാഹു അവർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. നബിയെ, ഭൗതിക ലോകത്തിന്റെ സുഖേച്ഛകളല്ല, ആഖിറത്തിന്റെ സന്തോഷമാണ് വലുതെങ്കിൽ അവരോട് സഹിക്കണമെന്ന് പറയും നബിയെ. പട്ടിണി സഹിക്കണം, ബുദ്ധിമുട്ടുകൾ സഹിക്കണമെന്ന് പറയും നബിയെ. അതല്ല ഇൻ കുന്തുന്ന തുരിദിനൽ ഹയാത്ത ദുനിയാ വസീനതഹാ.
ഈ ആയത്തന്നെ കേൾക്കാൻ ഇവിടെ എത്തിയ ആലപ്പുഴയിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാണ് ഞാൻ, അടുക്കളയുടെ കരിപുരണ്ട 4 ചുവരുകളുടെ ഉടയിൽ സങ്കടങ്ങൾ വീർപ്പ് മുട്ടിയിട്ട് ആരും കാണാതെ തലയണയിൽ കമന്ന് കിടന്ന് കൺവിൽ തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലി തൊടുകി ദുഃഖത്തിന്റെ സങ്കടക്കടലും പേറിയ പെങ്ങളെ, പ്രയാസങ്ങൾ കണ്ണുനീര് തുള്ളികളായി ഒഴുക്കി കളഞ്ഞവളെ, ഇത് ഭൂമിയാണ് മോളെ, ഇത് ദുനിയാവാണ് മോളെ, ഇത് സങ്കടപ്പെടാനുള്ളതാണ്. പക്ഷേ അല്ലാഹുവിന്റെ ആഖിറമാണ് വലുതെങ്കിൽ സഹിക്കുക, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുക, മനസ്സിനെ പിടിച്ചു നിർത്തുക. അതല്ല വഇൻ കുന്തുന്ന തുരിദിനൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ, ഈ ഭൗതികമായ ലോകവും അതിന്റെ ആർഭാടവും അതിന്റെ ആട്ടവും കളിയും തമാശയും മതി നിങ്ങൾക്കെന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ചെങ്കിൽ ഫതആലൈന, അപ്പെണ്ണുങ്ങളോട് വരാൻ പറയും നബിയെ. എപ്പെണ്ണുങ്ങൾ എന്നറിയോ? ആയിഷയോട് വരാൻ പറയും നബിയെ. അബൂ ഖുഹാഫയുടെ മകൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോൾ ആയിഷയോട്, സൈനബിനോട്, ഹഫ്സയോട്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഹഫ്സയോട്, സൗദയോട്, റംലയോട്, സൈനബിനോട് വരാൻ പറയും നബിയെ. ഉമ്മത്തിൽകുന്ന വ ഉസർരിഹുകുന്ന സറാഹൻ ജമീലാ. ഖുർആനാണ് പറയുന്നത്, ബാക്കവിയുടെ വാക്കല്ല. ആ പെണ്ണുങ്ങളോട് തലാഖ് ചൊല്ലിക്കോളൂ നബിയെ. ഹബീബായ നബി തങ്ങളുടെ വീട്ടിൽ ഇതേ പറ്റൂ, മുത്ത റസൂലിന്റെ ഗേഹത്തിൽ ഇങ്ങനെ പറ്റൂ. ഇത് ദുനിയാവിനെ ലക്ഷ്യമാക്കി കണ്ട സമൂഹമല്ല, ഇത് ആഖിറത്തിലെ പ്രയാണത്തിലേക്ക് കണ്ട പുറക കൂടിയ സ്വാർത്ഥവാഹക സംഘമാണ്. തിരു ഹബീബിന്റെ റൗളയിൽ ഇതേ പറ്റൂ. അതിന് നിങ്ങൾക്ക് പട്ടിണി സഹിക്കാൻ കഴിയില്ലെങ്കിൽ തലാഖ് ചൊല്ലിക്കോളാം, ജീവനാംശം തന്നുകൊള്ളാം. അവരെ പറഞ്ഞു വിട്ടേക്ക് യാ റസൂലല്ലാഹ്. ഏതാണ് ഗാർഹിക ജീവിതത്തിന്റെ വെളിച്ചമെന്ന അടിസ്ഥാനം ഖുർആൻ പറയുന്നത്? ഏത് വീട്ടിന്റെ ഉള്ളിലും വെളിച്ചമുണ്ടാകണോ? അടിസ്ഥാനപരമായ ചിന്ത ഒന്നാവണം. ഇത് ആഖിറത്തിലേക്ക് പോകാനുള്ള ജീവിതമാണ്. ഇത് ഭൂമിയുടെ കളിയാട്ടങ്ങളല്ല, ഇത് ഭൂമിയുടെ കൂട്ടിക്കലാശങ്ങളല്ല, ഇതിവിടുത്തെ ആമോദവും ആനന്ദവും ആഹ്ലാദവും അഭിരമിക്കുന്ന ആനന്ദരാത്രികളുടെ സമ്മേളനങ്ങളല്ല, ഇത് ആഖിറത്തിലേക്കുള്ള സമ്മേളനമാണ്. هم أزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم. هم അവരും അസ്വാജുഹും അവരുടെ ഭാര്യമാരും എന്ന് ഓതുന്ന യാസീനല്ലേ? മഗ്രിബ് കഴിഞ്ഞോതുന്ന യാസീനിൽ അല്ലാഹ് പറഞ്ഞത് എന്തെന്നറിയുമോ? ഹും അവരും അസ്വാജുഹും അവരുടെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാരും സ്വർഗത്തിലെ സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട കട്ടിലിൽ അവരെ കെട്ടിപ്പിടിച്ചിരിക്കുമത്രേ. അല്ലാഹുവേ, ഞങ്ങളുടെ കിടപ്പറയുടെ ബന്ധങ്ങളെ നീ സ്വർഗത്തിന്റെ കിടപ്പറ വരെ എത്തിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ലഹും ഫീഹാ ഫാകിഹത്തുൻ, അവരുടെ മുമ്പിൽ അവരിഷ്ടപ്പെടുന്ന പഴവർഗ്ഗങ്ങൾ പടച്ച റബ്ബ് കൊടുക്കുമത്രേ. സ്വർഗത്തിന്റെ പഴവർഗ്ഗങ്ങൾ. ഇവിടെ ഒരു നേരത്തെ 1 കിലോ ഫ്രൂട്ട്സ് വാങ്ങിച്ചു തരാൻ എന്റെ ഭർത്താവിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആഖിറത്തിൽ ചെന്നപ്പോഴോ ഫീ സിദ്രിൻ മഖ്ലൂദ് വതൽഹിം മംഗൂദ്, നല്ല നിരനിരയായി കുലച്ചു നിൽക്കുന്ന കദളിവാഴ കുലകൾ. ഫീഹാ ഫാകിഹത്തുൻ വനഖിലും വറുമ്മാൻ, ഈത്തപ്പഴങ്ങളും മുന്തിരിത്തോട്ടങ്ങളും റുമ്മാൻ പഴങ്ങളും എല്ലാം ഞാനും എന്റെ ഭർത്താവും ഒന്നിച്ചിരുന്ന് കഴിക്കാനുള്ളവളാണ് എന്ന ബോധ്യത്തിനാണ് കുടുംബ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതല്ല ഇവിടെ ജീവിച്ച് പള്ളിക്കാട്ടിലൊടുങ്ങിയിട്ട് പിന്നെ ഇല്ലെന്ന് വരിക്കുന്നുവോ? എന്നാൽ നിങ്ങൾ ഇഷ്ടം പോലെ ജീവിച്ചുകൊള്ളൂ, ആരെയും കൊന്നുകൊള്ളൂ, ഭർത്താവിനെ വഞ്ചിച്ചുകൊള്ളൂ, ഭാര്യയെ
ചതിച്ചുകൊള്ളൂ, അമ്മയ്ക്ക് വിഷം കൊടുത്തുകൊള്ളൂ, അപ്പനെ കൊന്നുകൊള്ളൂ, കുടുംബ ബന്ധങ്ങളെ കള്ളം പറഞ്ഞ് നിങ്ങൾ അകറ്റിക്കൊള്ളൂ. ഭർത്താവിനെയും കൂടപ്പിറപ്പിനെയും പെണ്ണെ നീ അകറ്റിക്കോ, നിന്റെ ഭാര്യയെയും സഹോദരിയെയും നീ അകറ്റിക്കോ. ആൺകുട്ടിയെ ഇതെല്ലാം ഇവിടെ തീരുന്നുവെന്ന് നീ കരുതുന്നുവെങ്കിൽ അതല്ല. വൈൻ കുന്തുന്ന തുരുദിനല്ലാ, അതല്ല, നാളെ ആഖിറത്തിലേക്ക് എത്തുന്നതാണ് ഈ ബന്ധമെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ അതനുസരിച്ച് ജീവിക്കാൻ, വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവാൻ ഈ ലോകത്ത് നിങ്ങൾ തയ്യാറാകണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇതാണ് ഒരു കുടുംബത്തിലെ വെളിച്ചത്തിന്റെ ഏറ്റവും വലിയ നിദാനം. അതാണ്. അല്ലാത്തപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഇത് ഇവിടെ തീരുന്ന ബന്ധമല്ല, ഇത് സ്വർഗത്തിലേക്ക് എത്തേണ്ട ബന്ധമാണ്.